ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? കാലിനും അതുപോലെ തന്നെ അതിനുശേഷം നടുവിനും പണി കിട്ടിയതുകൊണ്ട് ഒന്ന് മന്ദം പിന്നോട്ട് മാറിയെങ്കിലും ആ വേദനകളെല്ലാം അവഗണിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും ഉയർത്തെഴുന്നേൽക്കാനുള്ള ശ്രമമാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ആ ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിച്ചില്ലേ, അപ്പോൾ അവരുടെ നിന്ന് തന്നെ കുറച്ച് അവൽ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അവൽ വിളയിച്ചത്. അപ്പോൾ രാവിലെ തന്നെ അത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്ന് വിളിച്ചപ്പോഴേ ഞാൻ പറഞ്ഞു ഞാൻ പയ്യെ വരൂ, എനിക്ക് നടുവിന് നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പം അങ്ങനെ ആ പയ്യനവിടെ കാത്തു നിന്നു കേട്ടോ. അങ്ങനെ രാവിലെ പോയി അത് വാങ്ങിച്ചുകൊണ്ടുള്ള വരവാണ്. നടുവിന് നല്ല വേദനയുണ്ട്, എന്നാലും കുഴപ്പമില്ല. നമ്മൾ കിടന്നു പോയാലേ എൻ്റെ ഡയറ്റും തെറ്റും. അതുമാത്രമല്ല, ഈ ഗുളികയെല്ലാം കൂടെ കഴിച്ച് പോയ വണ്ണം എല്ലാം ഞാൻ തിരിച്ചു കൊണ്ടുവരേണ്ട വരും. അങ്ങനെ അതുമാത്രമല്ല, ഇപ്പം ഈ ഗുളിക കഴിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ഒരു ചെറിയ വെപ്രാളവും പരവേശവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എല്ലാവരും മെഡിസിനൊക്കെ കഴിക്കുമ്പോഴത്തേക്കും ഡയറ്റും കാര്യങ്ങളൊക്കെ തെറ്റുന്നതെന്ന് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നു. ഓടിച്ചാടി നടക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ ഒന്നും സുഖം അറിയത്തില്ലല്ലോ. അങ്ങനെ രാവിലെ നമ്മുടെ തട്ടിക്കൂട്ട് സാമ്പാറിന്, അപ്പോൾ ഇന്നലെ ദോശമാവ് വാങ്ങിച്ചുകൊണ്ട് വന്നതിൻ്റെ നിർബന്ധം. കാരണം രാവിലെ എന്തെങ്കിലും വാങ്ങിച്ചാൽ മതി എന്ന് പറഞ്ഞെങ്കിലും ഞാൻ വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞു അത് വേണ്ട, ഒരു ദോശമാവ് ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും എളുപ്പമാവും, മോനെ സ്കൂളിലും വിടാം, കുഞ്ഞാപ്പിക്ക് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ ഞാൻ ഇഡ്ഡലിയൊക്കെ ഒഴിച്ച് വെച്ച് സാമ്പാറും കലക്കി വെച്ചിട്ട് പോയി ഒരു ഗ്ലാസ് ഗ്രീൻ ടീ ഇരുന്ന് കുടിക്കുകയാണ്. അപ്പം അധികം നടക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, റെസ്റ്റ് എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് നടന്ന് മാറുന്ന വേദന ഇതിപ്പം മൂന്നാമത്തെ പ്രാവശ്യമാണ് കേട്ടോ. സംഭവം നടന്നത് ജിമ്മിൽ വെച്ചാണ്. അപ്പം ചിലർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എക്സസൈസ് കൂടിയതിൻ്റെ ആണെന്ന്. അങ്ങനൊന്നുമല്ല, ഞാൻ ഇന്ന് വരെ ഹെവി വർക്കൗട്ട് ഒന്നും ചെയ്യാറില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെറിയ രീതിയിൽ എനിക്ക് പറ്റുന്ന വർക്കൗട്ടുകൾ മാത്രമേ, എനിക്ക് ഈ നടുവിനൊരു ഇങ്ങനൊരു വിഷയമുള്ളത് എനിക്ക് തന്നെ അറിയാവുന്നത് കൊണ്ട് ഞാൻ അങ്ങനെ ഒരു ഹെവി വർക്കൗട്ട് ഞാൻ ചെയ്യാറില്ല. അപ്പോൾ രാവിലെ ചെറിയവനൊരു ചെറിയ പനിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണത്തിൽ ഞാൻ എഴുന്നേറ്റപ്പോഴത്തേക്കും, അല്ലേലും എഴുന്നേറ്റ് നമ്മളെ കാണുമ്പോഴത്തേക്കും ആണല്ലോ അവർക്കൊരാശ്വാസം വരുന്നത്. അങ്ങനെ അവനൊരു നിർബന്ധമൊക്കെ പിടിച്ച് വന്ന് അങ്ങനെ കുഞ്ഞാപ്പിനെ എടുത്ത് കുറച്ച് നേരം ഞാനൊന്ന് എടുത്തുകൊണ്ട് നടന്ന്. നടുവ് എനിക്ക് നേരെ നിൽക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് ഇപ്പം, അത് മാത്രമേ ഉള്ളൂ. മാഷാ അല്ലാ, നല്ല സിറ്റുവേഷൻ ആയിരുന്നു. ജിമ്മിൽ നിന്ന് തന്നെ മേളി കസേരയിൽ നിന്നൊക്കെയാണ് കേട്ടോ പൊക്കി താഴെ കൊണ്ടുവന്ന. കാര്യം 3 നിലയിൽ നിന്നാണ് ജിം ഉണ്ടായിരുന്നത്. എന്തായാലും നല്ല നല്ല സുഖങ്ങളായിരുന്നു. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഒന്ന് ഉഷാറായി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഡോക്ടറെ അടുത്തൊക്കെ പോകണം. അപ്പം കുഞ്ഞാപ്പി അമ്തുട്ടനെയും വിട്ട് സച്ചായം വിട്ടേച്ച് പോകാമെന്ന് കരുതി. അങ്ങനെ സച്ചാക്ക് ഇന്ന് ഉച്ചവരെ ഉള്ളായിരുന്നു. അങ്ങനെ അവൻ സ്കൂളിൽ നിന്ന് വിട്ട് വന്ന് നേരെ ഞങ്ങൾ പുറത്തോട്ട് പോവുകയാണ്. ഇന്ന് എറണാകുളത്ത് ഹോസ്പിറ്റലിൽ പോകണം. അതുമാത്രമല്ല, ഏറ്റവും വലിയൊരു ആഗ്രഹം എൻ്റെ ഉണ്ടായിരുന്നു. അങ്ങനെ പുറത്തുനിന്നായിരുന്നു ഫുഡ് കഴിച്ചത്. അപ്പം ചോറ് വാങ്ങിക്കുമ്പോഴേ ഇടുമ്പോഴേ ഞാൻ പറയും എനിക്ക് ഒരുപാട് ഇടണ്ട, അപ്പം ഞാനും സച്ചായും കൂടെ ഒരുമിച്ച് കഴിച്ചോളാം എന്ന് പറഞ്ഞെങ്കിലും പിന്നെ എല്ലാവരും കൂടെ പറഞ്ഞത് അത് വേണ്ട, എന്തിനാ നമ്മൾ അങ്ങനെ പോയി കാണിക്കുന്നത്, കുറച്ചെങ്കിൽ കുറച്ചിട്ടാൽ മതിയല്ലോ. അങ്ങനെ വാങ്ങിച്ചു. പിന്നെ വാങ്ങിച്ച് കളയാൻ ഒരു ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞാൻ പറഞ്ഞു കുറച്ചിട്ടാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അതിൽ നിന്ന് എടുത്ത് കുറച്ച് സച്ചാക്കി എന്നെ കൊടുത്തു കേട്ടോ. ഇത് ഇത്രയും ചോറാണ് ഞാൻ എടുത്തത്. മെഡിസിൻ കഴിക്കുന്നത് കൊണ്ട് നല്ല പരവേശമാണ്, എന്താണെന്നറിയില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ പെയിൻ കില്ലർ എല്ലാം കൂടെ കഴിച്ചൊക്കെ ആയിരിക്കാം. അങ്ങനെ കുറച്ച് ചോറ് വാങ്ങിച്ച്, അപ്പം കറിയും എൻ്റെ ഫേവറേറ്റ് ഉള്ളിയും മുളകും, അപ്പോൾ അത് കഴിക്കാനാണ് ഞാൻ മെയിനായിട്ട് ഇവിടെ വരുന്നത്. പിന്നെ നമ്മൾ ഹോസ്പിറ്റലിലോട്ട് പോകാനായിട്ട് അപ്പം ആപ്പിളൊക്കെ എടുത്ത് ഞാൻ വണ്ടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു, പുറത്ത് പോകുന്ന വഴി കഴിക്കാനായിട്ട്. നല്ല ക്ഷീണമുണ്ട് കേട്ടോ, അതെൻ്റെ മുഖം കണ്ടാൽ അറിയാൻ പറ്റും. അങ്ങനെ നേരെ പോയത് ഹോസ്പിറ്റലിൽ നിന്ന് നേരെ പോയത്. അപ്പോൾ ചെക്കപ്പൊക്കെ കഴിഞ്ഞ് കുഴപ്പമൊന്നുമില്ല. ഒന്നും കൂടി ന്യൂറോയെ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഹംദക്കുട്ടനും അതുപോലെ തന്നെ എൻ്റെ ആങ്ങളയുടെ മോനിക്കും. എന്ത് വാങ്ങിച്ചാലും ഒരേപോലെയാണ് കേട്ടോ വാങ്ങിക്കുന്നത്. അപ്പോൾ അവർക്ക് 2 പേർക്കും ഒരുപാട് നാൾ കൊണ്ടുള്ള, അങ്ങനെ ഞങ്ങൾ കാശ് ഇങ്ങനെ കുറേശ്ശെ ആയിട്ട്, നമുക്ക് ഒറ്റയടിക്ക് വാങ്ങിക്കാൻ പറ്റൂലല്ലോ, കുറേശ്ശെ ആയിട്ട് ഇങ്ങനെ കൂട്ടി വെച്ച് നമ്മുടെ മക്കളുടെ ആഗ്രഹങ്ങൾ നമ്മളല്ലാതെ ആര് സാധിച്ചു കൊടുക്കാനാണ്. അങ്ങനെ ഒരേപോലത്തെ എടുക്കണം, കളർ വ്യത്യാസം മാത്രമേ മാറ്റിയിട്ടുള്ളൂ. ഒരുത്തന് ബ്ലാക്കും ഒരുത്തന് ബ്ലൂവും. എൻ്റെ ഹംദക്കുട്ടന് ബ്ലൂ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മറ്റവന് പോലീസ് എന്ന് എഴുതിയതും എടുത്ത്. കാരണം ഒരേപോലത്തെ എടുത്തില്ലെങ്കിൽ അടിയും ഇടിയും ഉറപ്പ്. ഇത് തന്നെ കൊണ്ട് ചെന്നിട്ട് അതായിരുന്നു. അങ്ങനെ ഹംദക്കുട്ടനെ പറ്റിക്കാനായിട്ട് ആദ്യം എല്ലാം മൂടിയിട്ട് അവൻ വരുന്നതിന് മുന്നേ അപ്പം ഞാൻ ഇക്കണക്കെ പറഞ്ഞ് ഞങ്ങൾ ഇതെല്ലാം പോയി സെറ്റാക്കിയതിന് ശേഷം അവനെ കൊണ്ടുവരാനുള്ളത്. അപ്പം പ്രതീക്ഷയിൽ വന്ന അവൻ്റെ അടുത്ത് ഞങ്ങൾ പറഞ്ഞു വണ്ടി വാങ്ങിച്ചില്ല, നാളെ വാങ്ങിക്കാമെന്ന് പറഞ്ഞപ്പം ഒരു സങ്കടത്തിലാണ് ആശാൻ കയറി വന്നത്. എന്നാലും കുഴപ്പമില്ല, ആ ഒരു സന്തോഷം നേരിട്ട് കാണാമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു. അങ്ങനെ അകത്തോട്ട് കയറി വന്നപ്പോഴത്തേക്കും ഞങ്ങൾ എല്ലാവരും കൂടെ പറഞ്ഞു വാ, അവിടെ ഒരു സാധനം ഇരിപ്പുണ്ട്, എന്തുവാന്ന് നോക്കാം. അപ്പം അങ്ങനെ ഓടി വാപ്പിയും ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. വന്ന് ഡ്രസ്സ് പോലും മാറിയില്ല കേട്ടാ.
അങ്ങനെ അവനെ വിളിച്ച് നേരെ കൊണ്ടുപോയി അവൻ്റെ ആ ചിരി കണ്ടപ്പോഴത്തേക്കും മാഷാഅള്ളാ ആ ഒരു സന്തോഷം കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത്. അപ്പോൾ അത് വാങ്ങിച്ച് കൊടുത്തപ്പോഴത്തേക്കും അവൻ്റെ ആ ഒരു സന്തോഷം നമ്മളല്ലാതെ ആര് ചെയ്തു കൊടുക്കാനല്ലേ. അതുപോലെ തന്നെ അവന് എല്ലാം സെറ്റാക്കി കൊടുത്ത് കാർ അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് അവനെയും സച്ചിക്കുട്ടനെയും കൂടെ അവൻ്റെ ആ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാനൊക്കെ ആക്കി കൊടുത്തിട്ട് ഞങ്ങൾ അടുത്തവൻ്റെ അടുത്തോട്ട് പോയി. പക്ഷേ അവൻ നമ്മളെ വെല്ലുന്നവനായിരുന്നു. അവൻ അത്രയും എക്സ്പ്രഷൻ ഇട്ട് നമ്മളെ കൊളവാക്കിയില്ല. അവൻ ഇല്ലാന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു കരയരുത് കേട്ടോ, ഇന്ന് വണ്ടി കിട്ടിയില്ലാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ ഓക്കെ എന്ന് പറഞ്ഞ് അവൻ അകത്തോട്ട് പോയി. എന്നാലും അത് കാണിക്കുമ്പോഴത്തേക്കും അവർ കാണിക്കുന്ന ആ ഒരു സന്തോഷം അതല്ലേ നമ്മൾ കാണാൻ വേണ്ടി ആഗ്രഹിച്ചത്. അപ്പോൾ ഹംദുക്കുട്ടൻ അത് കണ്ടപ്പോഴത്തേക്കും നേരെ വാപ്പിച്ചിയുടെ അടുത്തോട്ട് ഓടി പോവുകയാണ്. എന്ന് പറഞ്ഞാൽ അവൻ ഒട്ടും പ്രതീക്ഷയില്ല. അവൻ ഒരു എന്താ പറയുക, അവൻ്റെ ആ ചിരിയിലുണ്ട് നമുക്ക് ആ ഒരു കാര്യങ്ങൾ. എന്തായാലും അതൊന്ന് വാങ്ങിച്ച് കൊടുക്കാൻ പറ്റി. പിന്നെ അതിൻ്റെ പുറകെ ആയിരുന്നു. അപ്പോൾ ഫോൺ കളിന്ന് ഒക്കെ ഒരു മോചനം കിട്ടുമല്ലോ എന്നുള്ളൊരു രീതിക്കാണ് ഇത് വാങ്ങിച്ചു കൊടുത്തത്. അപ്പോൾ ഒത്തിരി ഒത്തിരി മാതാപിതാക്കൾ കാണും മക്കൾക്ക് എല്ലാ മക്കളും ഇപ്പോൾ യൂട്യൂബിലൊക്കെ കണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കണം എന്നൊക്കെ ആഗ്രഹം എല്ലാവർക്കും സാധിക്കേണ്ട കാര്യം. മക്കളുടെ ആഗ്രഹങ്ങൾ മക്കൾ ചോദിക്കുമ്പോഴത്തേക്കും അത് സാധിച്ചു കൊടുക്കാൻ പറ്റുന്നതിലും വലിയ കാര്യങ്ങളും അത് സാധിച്ചു കൊടുക്കാൻ പറ്റാതാകുമ്പോഴത്തേക്കും വരുന്ന സങ്കടവും വളരെ വലുതാണ്, നമുക്കറിയാം. ഒത്തിരി നാളുകൊണ്ട് പരിശ്രമിച്ച് പ്രയത്നിച്ചാണ് ഈ ഒരു കാര്യം ഇങ്ങനെ സാധിക്കാൻ പറ്റിയത്. മാഷാ അള്ളാ. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ഒരു ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അപ്പോൾ ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേരുടെ കമൻറ്റ്സ് ഞാനത് കണ്ട്. മാഷാ അള്ളാ, എല്ലാവർക്കും അവരവരുടെ മക്കളുടെ കാര്യങ്ങൾ സന്തോഷത്തോടു കൂടി സാധിച്ചു കൊടുക്കാൻ പഠിച്ചാൽ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ വീഡിയോയിൽ കമൻറ്റ് ഇടണം. അപ്പോൾ അടുത്ത ചാലഞ്ച് നമ്മൾ നോമ്പിന് സ്റ്റാർട്ട് ചെയ്യും ഇൻഷാ അള്ളാ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. ടാറ്റ ബൈ ബൈ, സീ യു. വീഡിയോയ്ക്ക് കമൻറ്റ് ഇട്ടില്ലെങ്കിൽ ഞാൻ വീഡിയോ നിർത്തുവാണ് കേട്ടോ.